ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ പോലീസ് എയ്ഡ് പോസ്റ്റിനു സമീപം അജ്ഞാതനെ കല്ലുകൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ തിരുവനന്തപുരം സ്വദേശി അറസ്റ്റിൽ. അരുവിക്കര കുറുത്തോട്ടം രേവതി ഭവനിൽ മധുസൂദനൻ നായരാണ് അറസ്റ്റിലായത്. അതേസമയം കൊല്ലപ്പെട്ടയാളെ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ മദ്യവിൽപ്പനശാലയ്ക്ക് സമീപത്തു നിന്നാണ് പ്രതി മധുസൂദനൻ നായരെ പ്രത്യേക സംഘം പിടികൂടിയത്. മധുസൂദനൻ നായർ കൊല്ലപ്പെട്ടയാൾക്ക് 2000 രൂപ നൽകിയിരുന്നു. ഇത് തിരികെ നൽകാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് കണ്ടെത്തൽ. 60 വയസ്സ് തോന്നിക്കുന്ന ഇതര സംസ്ഥാനക്കാരനാണ് കൊല്ലപ്പെട്ടത്. ഇയാൾക്ക് ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നുവെങ്കിലും ഇവർക്ക് കൊലപാതകത്തിൽ പങ്കില്ലെന്നായിരുന്നു കണ്ടെത്തൽ. ചൊവ്വാഴ്ച രാവിലെയാണ് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപം മൃതദേഹം കണ്ടെത്തിയത്. തലയിൽ മാരകമായ മുറിവേറ്റ് രക്തം വാർന്നായിരുന്നു മരണം. കൊല്ലപ്പെട്ടയാളും ഒപ്പമുള്ള സ്ത്രീയും 2 ദിവസം മുൻപാണ് ഒറ്റപ്പാലത്തെത്തിയത്. പ്ലാസ്റ്റിക് കുപ്പികളും പഴയ സാധനങ്ങളും പെറുക്കിവിറ്റാണ് ഉപജീവനം. അറസ്റ്റിലായ ആളും ആക്രി സാധനങ്ങൾ പെറുക്കി നടക്കുന്നയാളാണ്. CCTV ക്യാമറ കേന്ദ്രീകരിച്ചായിരുന്നു ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം. മരിച്ചയാളെ തിരിച്ചറിയാനുള്ള ശ്രമം സമാന്തരമായി പുരോഗമിക്കുകയാണ്. CCN ഒറ്റപ്പാലം.